ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മണപ്പുറത്തേക്ക് പോകുന്ന വഴിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വിവരങ്ങൾ. ഉമേഷ്, കേൾക്കുന്നുവെങ്കിൽ? ബലിതർപ്പണ ചടങ്ങുകൾ ആലുവയിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 4 മണി മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ബലിതർപ്പണത്തിനെത്തിയ ആളുകളുടെ എണ്ണം കുറവാണ്. കാരണം ഈ പെരിയാറിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ മണപ്പുറത്ത് എത്തുന്നവരുടെ എണ്ണം കുറവാണ്. ഈ മണപ്പുറത്ത് പൂർണ്ണമായും ബലിതർപ്പണത്തിന് വേണ്ടി ഉപയോഗിക്കുക. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലനിരപ്പ് ഉയരും എന്നുള്ളത് കൊണ്ട് തന്നെ മണപ്പുറത്തേക്കുള്ള വഴികളുടെ ഇരുവശവുമാണ് തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. രാവിലെ 4 മണിക്ക് തുടങ്ങിയ തർപ്പണ ചടങ്ങ് ഇനി 12 മണി വരെ തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ജലനിരപ്പ് ഉയരുന്നത് സംബന്ധിച്ച് നിലവിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ് പൊതുവെ അറിയാനാകുന്നത്. നേരത്തെ MLA അൻവർ സാദത്ത് അടക്കം ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞത് നിലവിൽ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. ഇതിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇന്നലെ രാത്രി തൊട്ട് ഇതുവരെ ഏകദേശം 1/2 അടി വെള്ളം മാത്രമാണ് പുഴയിൽ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശങ്ക വേണ്ട. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ പുതിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടിയും വന്നിട്ടില്ല എന്നുള്ളതാണ് ആലുവ MLA നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത്. ഏതായാലും ഇത്തരത്തിലൊക്കെ ആണെങ്കിലും ഇനി ഒരു ഗുരുതര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനായി എല്ലാവിധ സുരക്ഷയും ഈ ആലുവയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ദേശീയ ദുരന്ത നിവാരണ സേന അടക്കം എല്ലാവരും തന്നെ ഈ ആലുവ മണപ്പുറത്ത് ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ സുരക്ഷ തന്നെയാണ് ഈ മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഗതാഗതം പലയിടത്തും നിലച്ചിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നത്? തീർച്ചയായും ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വലിയൊരു ഗുരുതരമായ സാഹചര്യം നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെ ജലനിരപ്പ് ഉയരുകയും ഇത്തരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്രയും വലിയൊരു സാഹചര്യം ഈ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സാധാരണ രീതിയിൽ മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേർ ആലുവ മണപ്പുറത്തെത്തുകയും വലിയൊരു തിരക്ക് അനുഭവപ്പെടുകയും ഉള്ളതാണ്. എന്നാൽ ഇത്തവണ ഈ ജലനിരപ്പ് ഉയരും എന്നുള്ള ഒരു സാഹചര്യം കൊണ്ട് തന്നെ ആളുകളുടെ എത്തിച്ചേർന്നവരുടെ എണ്ണം കുറവാണ്. ഈ എറണാകുളം ജില്ലയിലെ സമീപ പ്രദേശത്തുള്ളവർ മാത്രമാണ് ഈ മണപ്പുറത്ത് എത്തിയിരിക്കുന്നത്. ദൂരെ നിന്ന് എത്തുന്നവരുടെ എണ്ണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കുറഞ്ഞിരിക്കുകയാണ്. ഏതായാലും വളരെ സുഗമമായി തന്നെ മണപ്പുറത്ത് ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അതുപോലെ ചടങ്ങുകളുടെ ഭാഗമായി വെള്ളത്തിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴിയുടെ ഇരുവശങ്ങളിലുമാണ് തർപ്പണ ചടങ്ങുകൾ. ഒടുവിൽ ഈ പുഴയിൽ വന്ന് മുങ്ങുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിനുവേണ്ടി ഈ പുഴയിലേക്ക് ഇറക്കി അടക്കം വെച്ച് കെട്ടി ഉള്ള ഒരു സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിൽ മുങ്ങുന്ന ആ ഒരു സ്ഥലത്തെല്ലാം തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കം പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പേടിക്കേണ്ട അവസ്ഥ ഒന്നും തന്നെ ഇല്ല. പതിവ് പോലെ തന്നെ ചടങ്ങുകളുടെ ഭാഗമായി പുഴയിൽ മുങ്ങുന്ന സാഹചര്യം അതിനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. മലപ്പുറത്ത് തിരുനാവായിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സാലിഹ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാലിഹ്, വിവരങ്ങൾ. സാലിഹ്, കേൾക്കുന്നുവെങ്കിൽ? അനുശ്രീ, മലപ്പുറത്ത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 11 മണിവരെ നീളുമെന്നാണ് കരുതുന്നത്. 1/4 ലക്ഷം പേർ പങ്കെടുക്കുന്ന വലിയ 1/4 ലക്ഷത്തോളം പേർ പിതൃതർപ്പണത്തിന് എത്തുന്നതാണ് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ. എന്നാൽ ഇത്തവണ താരതമ്യേന തിരക്ക് കുറവാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നിളയിൽ വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു. സാധാരണ ബലിതർപ്പണം നടക്കുന്ന കൽപ്പടവുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. 6 പടവുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 5000 പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മുങ്ങൽ വിദഗ്ധരുടെയും എല്ലാം സേവനം ഇവിടെയുണ്ട്. വലിയ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. പട്ടാമ്പി മുതൽ ചമ്രവട്ടം വരെയുള്ള ഭാഗങ്ങളിലായാണ് സ്വന്തമായി പിതൃതർപ്പണത്തിനെത്തുന്നവരുമുണ്ട്. ഇവരെല്ലാം വലിയ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ചെറിയ ക്ഷേത്രങ്ങളിലെല്ലാം
വലിയ ഒരുക്കങ്ങൾ ഇതിന്റെ ഭാഗമായി മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ജില്ലയിൽ പ്രളയക്കെടുതി വിലയിരുത്തുന്നതിനുള്ള അവലോകന യോഗം അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിൽ മന്ത്രി കെ.ടി. ജലീലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് നിലമ്പൂരിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മഴയിൽ അല്പം കുറവുണ്ടായിരുന്നു, അതോടെ വെള്ളക്കെട്ടുകളെല്ലാം കുറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ മലയോര മേഖലയിലെല്ലാം മഴ തുടങ്ങിയിട്ടുണ്ട്. വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഗതാഗതമെല്ലാം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും 1700ഓളം പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മെഡിക്കൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്. കാളികാവ്, വണ്ടൂർ, നിലമ്പൂർ, കരുവാരക്കുണ്ട് ഭാഗങ്ങളിലായി 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ 2 മന്ത്രിമാർ ഇ ചന്ദ്രശേഖരനും എ കെ ശശീന്ദ്രനും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തിരുന്നു. ഇന്നും കെ.ടി. ജലീലിന്റെ നേതൃത്വത്തിലാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. നിരവധി പേർ വീട് നഷ്ടമായവരുണ്ട്. ഇവരെല്ലാം ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വെള്ളക്കെട്ട് ഇറങ്ങിയിട്ട് പോലും തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇവർക്കെല്ലാം പരമാവധി സഹായം സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അനുശ്രീ. സ്വാലിഹ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ജില്ലയിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, വിവരങ്ങൾ. സൗമ്യ, ഇന്ന് പുലർച്ചെ മുതലാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ ചില പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ക്ഷേത്രത്തിലാണ്, ആലപ്പുഴ ജില്ലയിലെ. ഈ ക്ഷേത്രത്തിലും ഇപ്പോൾ നമുക്ക് കാണാം വളരെയധികം ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു മഴയോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് കുട്ടനാടൻ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും ചില ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നില്ല. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. മാത്രമല്ല ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ തുടങ്ങിയ തീരദേശ മേഖലകളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. വളരെയധികം തിരക്കാണ് നമുക്ക് ഈ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 ആഴ്ചക്കാലത്തെ കുട്ടനാട്ടിലെ പ്രളയക്കെടുതിയിലും അതോടൊപ്പം തന്നെ ദുരിതത്തിനുമൊക്കെ ഇടയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ജില്ലയുടെ വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വളരെ സുരക്ഷിതമായ രീതിയിൽ നടന്നു വരികയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി യാത്ര തിരിച്ചു. ലെസ്ലി ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലെസ്ലി, എപ്പോഴാണ് യാത്ര തിരിച്ചത്? രാവിലെ 7:30 തിരുവനന്തപുരം എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നാണ് പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർ പ്രളയബാധിത പ്രദേശം സന്ദർശിക്കുന്നതിനായി തിരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ചീഫ് സെക്രട്ടറി, DGP, റവന്യൂ സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. പ്രളയബാധിത പ്രദേശമായ ഇടുക്കി ജില്ലയിലെ ചെറുതോണി സന്ദർശിക്കുകയാണ് പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇതിനായി അദ്ദേഹം കട്ടപ്പനയിലാകും ആദ്യം ഇറങ്ങുക. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച അദ്ദേഹം കട്ടപ്പന ഇറങ്ങിയ ശേഷം റോഡ് മാർഗം ചെറുതോണി ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലും അവിടുത്തെ പ്രളയബാധിത പ്രദേശങ്ങളുമായിരിക്കും സന്ദർശിക്കുക. ഇതിനു പുറമെ ഇതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും വയനാട് ജില്ലയിലേക്ക് പുറപ്പെടും. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ കാലവർഷത്തിലുണ്ടായ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ അദ്ദേഹം അവിടെ നിന്നും റോഡ് മാർഗം കോഴിക്കോട്, തൃശൂർ അടക്കമുള്ള 5 ജില്ലകളിൽ കൂടി സന്ദർശിച്ച ശേഷമാകും മടങ്ങി തിരുവനന്തപുരത്തെത്തുക. എന്തായാലും പ്രളയബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്തായാലും ജനങ്ങളുടെ ദുരിതം നേരിട്ട് കണ്ടറിയുകയും ഇതിനുവേണ്ട സമാശ്വാസ പരിപാടികൾ തയ്യാറാക്കുന്നതിനും ഈ യാത്രയോട് പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. അനുശ്രീ, അതുപോലെ ലെസ്ലി, 5 ജില്ലകളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ടോ? ആദ്യം എവിടെയാണ് സന്ദർശനം? അനുശ്രീ, ചോദ്യം വ്യക്തമല്ല. 5 ജില്ലകളിൽ ഇന്ന് തന്നെ സന്ദർശനമുണ്ടോ ലെസ്ലി?
5 ജില്ലകളിലെ സന്ദർശനം ആണ് മുഖ്യമന്ത്രി ഇതിനോടകം പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഏതൊക്കെ ജില്ലയിൽ കൂടുതൽ ജില്ലകളിൽ സന്ദർശിക്കുന്നോ എന്നുള്ള കാര്യം പ്രദേശങ്ങൾ സന്ദർശിച്ച് അതിന്റെ ഒരു ഇതിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അദ്ദേഹം തീരുമാനിക്കുക. ഏതെങ്കിലും മറ്റു ജില്ലകളിലേക്ക് പോകുന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. 5 ജില്ലകളിൽ സന്ദർശനമാണ് ഔദ്യോഗിക യാത്ര ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഹെലികോപ്റ്റർ മാർഗം ആദ്യം കട്ടപ്പനയിലും പിന്നീട് സുൽത്താൻ ബത്തേരിയിലും ഇറങ്ങുന്ന മുഖ്യമന്ത്രി തുടർന്ന് മറ്റു ജില്ലകളിലേക്ക് റോഡ് മാർഗമാകും പോവുക. അവിടെയുള്ള സ്ഥിതിവിശേഷങ്ങൾ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയ ശേഷമാകും അദ്ദേഹത്തിന്റെ മടക്കം. അതുപോലെ ലെസ്ലി, എപ്പോഴാണ് അദ്ദേഹം കട്ടപ്പനയിലെത്തുക? തിരുവനന്തപുരത്ത് നിന്ന് 7:00 തിരിച്ച അദ്ദേഹം 8 മണിയോടുകൂടി കട്ടപ്പനയിലെത്താനാണ് സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി യാത്ര തിരിച്ചു. വിവരങ്ങളാണ് ലെസ്ലി നൽകിയത്. വാർത്തകളിലേക്ക് വീണ്ടും. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവ് 2401.28 അടിയായാണ് നിലവിലെ ജലനിരപ്പ്. ഷട്ടറുകൾ തുറന്നതിനു ശേഷം ജലനിരപ്പ് അരയടിയോളം താഴ്ന്നു. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, പ്രദേശത്ത് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടോ? ഈ പ്രദേശത്ത് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തെന്നാൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2401.10 അടിയാണ് ഇപ്പോൾ നിലവിലെ ജലനിരപ്പ്. ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് 6.70 ലക്ഷം ലിറ്റർ ജലമാണ് ഒഴുകിയെത്തുന്നത്. അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനേക്കാൾ കൂടുതൽ ജലം പുറത്തേക്ക് വിടുന്നുണ്ട്. പ്രധാനമായിട്ടും 7.5 ലക്ഷം ലിറ്റർ ജലമാണ് ഓരോ സെക്കൻഡിലും പുറത്തേക്ക് വിടുന്നത്. മാത്രമല്ല വൈദ്യുത ഉൽപാദനത്തിനും മറ്റുമായി 1.14 ലക്ഷം ലിറ്റർ ജലം ഓരോ സെക്കൻഡിലും മൂലമറ്റം പവർ ഹൗസിലേക്ക് എത്തിക്കുന്നു. അവിടെ സംബന്ധിച്ച വൈദ്യുത ഉൽപാദനവും എല്ലാം നടക്കുന്നു. അങ്ങനെ സമാന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഷട്ടറുകൾ തുറന്നതിന് ശേഷമുള്ള ജലനിരപ്പ് അര അടിയോളം താഴ്ന്നിരിക്കുകയാണ്. മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു നിലവിലെ സ്ഥിതി നിലവിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളായി പെയ്ത കനത്ത മഴ, ആ മഴയിലെ ജലം ഇപ്പോഴും ഡാമിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും നീരൊഴുക്ക് വലിയ ശക്തമായ രീതിയിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല അരയടിയോളം ഇപ്പോൾ നിരക്ക് താഴ്ന്നിരിക്കുന്നു. 2401.10 അടിയിലേക്ക് ഇത് താഴ്ന്നിരിക്കുമ്പോൾ മാത്രമല്ല 2400 എത്തിക്കഴിഞ്ഞാൽ ഒരു ഷട്ടർ അടക്കുന്നതിനെ കുറിച്ചടക്കം ആലോചിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേസമയം മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ജില്ലയിൽ സന്ദർശനം നടത്തുന്നുണ്ട്, അവലോകന യോഗങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇടുക്കി അണക്കെട്ടിനെ സംബന്ധിച്ച് ഇതിന്റെ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത് 60 ചതുരശ്ര കിലോമീറ്റർ ആണ് വൃഷ്ടിപ്രദേശം. ഈ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളായി കനത്ത മഴ തുടർന്നിരുന്നു. ഈ മഴയിലെ ജലം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നതിന് 10 ദിവസത്തോളം വേണ്ടിവരും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നീരൊഴുക്ക് ഉണ്ടെങ്കിലും അത്ര ശക്തമായ രീതിയിലല്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ നീരൊഴുക്കിൽ കാര്യമായ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വിടുന്ന ജലത്തിന്റെ അളവ് എന്നുള്ളത് 7.7 ലക്ഷം ലിറ്റർ ജലമാണ് സെക്കൻഡിൽ പുറത്തേക്ക് വിടുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂലമറ്റത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുമായി 1.14 ലക്ഷം ലിറ്റർ സെക്കൻഡിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇത്തരത്തിൽ എല്ലായിടത്തും ഉണർന്നു പ്രവർത്തിക്കുന്നു. സമാന്തരമായ രീതിയിലേക്ക് ജലം മറ്റു ഇതിലൂടെ ഒഴുകിക്കൊണ്ടു പോവുകയും അങ്ങനെ ജലനിരപ്പ് ഒരു താഴ്ത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയ്ക്ക് നേരത്തെ കഴിഞ്ഞ ദിവസം ഇതിലൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നത് കനത്ത മഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞാൽ 2400 താഴ്ന്നു കഴിഞ്ഞാൽ ഈ സ്ഥിതി ഷട്ടറുകൾ അടയ്ക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 2398 ആയിരുന്നു ഇതേ കാലയളവിലുണ്ടായിരുന്ന ഡാമിലെ ജലത്തിന്റെ നിരക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും 2400 എത്തുന്നതോടുകൂടി ഷട്ടറുകൾ അടയ്ക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവലോകന യോഗത്തിലൂടെ തീരുമാനിക്കും. അതേസമയം ജലം കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഉള്ള ജില്ലകൾ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലേക്കാണ് ഈ ജലം കൂടുതലായി ഒഴുകിയിരുന്നത്. ഇവിടെയെല്ലാം തന്നെ എല്ലാം കൂടിയാലോചിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചെല്ലാം തന്നെ ആലോചനകൾ തുടരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവ് 2401.28 അടിയായാണ് നിലവിലെ ജലനിരപ്പ്. ഷട്ടറുകൾ തുറന്നതിനു ശേഷം ജലനിരപ്പ് അരയടിയോളം താഴ്ന്നു. വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്.
ചെറുതോണി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്ന് ചെറുതോണി പുഴയും പെരിയാറും കരകവിഞ്ഞൊഴുകുന്നു. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, കൂടുതൽ വിവരങ്ങൾ. അനുശ്രീ, അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ തുറന്നതിനെ തുടർന്നാണ് താഴേക്ക് വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് ഉണ്ടാവുന്നത്. വലിയ രീതിയിലുള്ള ഈ കുത്തൊഴുക്കിൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. പ്രധാനമായും കരിമ്പൻ ചപ്പാത്ത് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അവരെ ധരിപ്പിക്കുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഒരു തരത്തിലുമുള്ള ഒരു ആളപായമോ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതാനും വീടുകളിലേക്ക് വെള്ളം കയറുകയും വീടുകളുടെ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഏതാനും കെട്ടിടങ്ങളും തകരുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറുതോണി നഗരം പൂർണ്ണമായും സംബന്ധിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ടൗണിലെ മുഴുവൻ കടകളും 2 ദിവസമായി ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അടഞ്ഞുകിടക്കുകയാണ്. അവിടുന്ന് പൂർണ്ണമായും ആളുകൾ ഒഴിപ്പിച്ചു, കടകളെല്ലാം ഉദ്യോഗസ്ഥർ ഒഴിപ്പിക്കുകയും അതോടൊപ്പം അവിടുത്തെ മേഖലകളിലെല്ലാം തന്നെ വൈദ്യുത ബന്ധവും വിച്ഛേദിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ ഉള്ളവ ഇന്നലെ ഒഴുകിപ്പോയിരുന്നു. ഈ 5 ഷട്ടറുകളും തുറന്നതിനെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിലായിരുന്നു മരങ്ങളും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ, ട്രാൻസ്ഫോർമർ ഉൾപ്പെടെയുള്ളവ ഒഴുകിപ്പോയ ഒരു സാഹചര്യം. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷവും ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും മഴ തുടരുകയാണ് എങ്കിൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ആശങ്കയ്ക്ക് ഇടയാക്കുകയുള്ളൂ. എന്നാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് മുഖ്യമന്ത്രി കൂടി ജില്ലയിൽ എത്തുന്നുണ്ട്. ഈ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും അതോടൊപ്പം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളായി തുടർന്നിട്ടുള്ള ശക്തമായ മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 12 പേർക്ക് മരണം സംഭവിക്കുകയും 2 പേരെ ഇപ്പോഴും കാണാതായിരിക്കുകയുമാണ്. 10 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വലിയ രീതിയിൽ വീടുകളും മറ്റു തരത്തിലുള്ള കെട്ടിടങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷികളാണ് നശിച്ചിട്ടുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിൽ എത്തുന്നത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചെയ്യുന്നത്. ഈ യോഗത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, വകുപ്പ് മന്ത്രി എം എം മണി, അതോടൊപ്പം തന്നെ വനം വകുപ്പ് മന്ത്രി കെ രാജു, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, DGP, ചീഫ് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ജില്ലയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി വൈകാതെ വിശദീകരിക്കും. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ജില്ലയിലെ ഒരു തരത്തിലുമുള്ള ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. സമീർ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി യാത്ര തിരിച്ചു. കട്ടപ്പനയിലേക്കാണ് അദ്ദേഹം ആദ്യം എത്തുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ എത്തും. വിവരങ്ങളുമായി സാലി ചേരുന്നുണ്ട്. സാലി, എപ്പോഴാണ് എത്തുക മുഖ്യമന്ത്രി? വിവരങ്ങൾ. മുഖ്യമന്ത്രി ഇറങ്ങുക കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെ ഗ്രൗണ്ടിലാണ്. ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഹെലിപ്പാഡ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി എം എം മണി, വനമന്ത്രി കെ രാജു എന്നിവർ ഒപ്പം മറ്റ് ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയെയും ഒപ്പം വരുന്ന മറ്റു മന്ത്രിമാരെയും ഒക്കെ സ്വീകരിക്കുന്നതിനായി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി എത്തിയാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കും. ജില്ലയിൽ നിന്നുള്ള MP, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ മേധാവികൾ എന്നിവരാണ് ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് മറ്റ് ജില്ലകളിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം യോഗം നീണ്ടു നിൽക്കാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജില്ലയിലെ മഴക്കെടുതിയുടെ ഒപ്പം തന്നെ ഇടുക്കി ഡാം തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയുടെയൊക്കെ ആഴം വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഉണ്ടായ കാഷ്വാലിറ്റികളുടെ കൃത്യമായ പട്ടിക, കണക്കുകളും ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കും. അത് അത്തരം ഒരു അവലോകനത്തിന് ശേഷം മാത്രമായിരിക്കും ജില്ലയിൽ എത്രമാത്രം കെടുതി ഉണ്ടായിട്ടുണ്ട്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ധനസഹായത്തിനുള്ള അപേക്ഷയും മറ്റു കാര്യങ്ങളും സമർപ്പിക്കുമ്പോൾ എത്രമാത്രം അക്കാര്യം വിശദമാക്കേണ്ടതുണ്ട് എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ പ്രളയബാധിത പ്രദേശങ്ങളും മഴക്കെടുതി ബാധിത പ്രദേശങ്ങളും സന്ദർശിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അതുപോലെ അവലോകന യോഗം എപ്പോഴാണ് ആരംഭിക്കുക? മറ്റാരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത്? ഈ അവലോകന യോഗം മുഖ്യമന്ത്രി എത്തിയാലുടൻ ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ അവലോകന യോഗം ആരംഭിച്ച് യോഗം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ വൈദ്യുതി മന്ത്രി എം എം മണി, വനമന്ത്രി കെ രാജു, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ഒപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല,
ചീഫ് സെക്രട്ടറി, DGP, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ അവലോകനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നത്. ജില്ലയിലെ പ്രശ്നങ്ങൾ ഇവർക്ക് മുമ്പായി അവതരിപ്പിക്കാനും ചർച്ച ചെയ്യുന്നതിനും മറ്റുമായി ജില്ലയിൽ നിന്നുള്ള MP ആയ ജോയ്സ് ജോർജ്, ജില്ലയിലെ ഇരു മുന്നണികളുടെ MLA മാർ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവരും ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. അതുപോലെ സാലി, മറ്റേതെങ്കിലും, അതായത് ഇടുക്കിയിലെ മറ്റേതെങ്കിലും പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ടോ ഇന്ന്? ഇതുവരെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അങ്ങനെ ഒരു മറ്റ് പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നത് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ജില്ലയിലെമ്പാടും വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും പ്രശ്നങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രശ്നം. മറിച്ച് മുഖ്യമന്ത്രി ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച്, ജില്ലയിലെത്തി തന്നെ അവിടെ വെച്ച് വിഷയം ചർച്ച ചെയ്യുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് മാത്രമാണ് ജില്ലയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയും ഒക്കെ പരിശോധിക്കുമ്പോൾ അത് മാത്രമേ സാധ്യമാകൂ. കാരണം റോഡിലൂടെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിച്ച് ഒരിടത്തും എത്താൻ കഴിയുന്ന സ്ഥിതിയല്ല. എല്ലാ റോഡുകളും തകർന്ന് പ്രശ്നങ്ങളാണ്. മണ്ണിടിച്ചിലും മറ്റുമുണ്ട്. പല പാലങ്ങളും ഗതാഗത യോഗ്യമല്ലാതായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മറ്റൊരിടത്തേക്ക് ചെന്ന് ഇത് ചർച്ച ചെയ്യാനോ നേരിട്ട് കാണാനോ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ജില്ലയിലുള്ളത്. അതുകൊണ്ടുകൂടിയാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഇങ്ങനെ ഒരു അവലോകന യോഗത്തിനായി നിശ്ചയിച്ചത്. കട്ടപ്പനയിൽ നിന്ന് നേരിട്ട് മറ്റേത് ജില്ലയിലേക്കാണോ പോകുന്നത്? അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മിക്കവാറും മുഖ്യമന്ത്രി ഇടുക്കിയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. 4 ജില്ലകൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ കട്ടപ്പനയിൽ, ഇടുക്കി ജില്ലയിലെ അവലോകനവും കട്ടപ്പനയിൽ നിശ്ചയിച്ചിരിക്കുന്നു. അത് യോഗം ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. യോഗം പൂർത്തിയായയുടൻ ഹെലികോപ്റ്ററിൽ തന്നെ അടുത്ത കേന്ദ്രത്തിലേക്ക് മുഖ്യമന്ത്രി പോകും. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം കട്ടപ്പനയിലെത്തും. വിവരങ്ങളാണ് സാലി നൽകിയത്. ഇടവേള. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മണപ്പുറത്തേക്ക് പോകുന്ന വഴിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ജലനിരപ്പ് ഉയരുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ മണപ്പുറത്തെ കടവിൽ തർപ്പണം നടത്തുന്നില്ല. പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ സുരക്ഷയ്ക്ക് പുറമെ ദേശീയ ദുരന്ത നിവാരണ സേനയും സ്ഥലത്തുണ്ട്. ആശങ്കയെ തുടർന്ന് ആലുവയിൽ ബലിതർപ്പണം നടത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. തിരുനാവായിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഏത് നിലയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. കനത്ത സുരക്ഷയിലാണ് തിരുനാവായ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ഫയർഫോഴ്സിന്റെയും മുങ്ങൽ വിദഗ്ധരുടെയും പോലീസിന്റെയും രക്ഷാസേനയുടെയും പ്രത്യേക വളണ്ടിയേഴ്സിന്റെയും എല്ലാം സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും തുടരുകയാണ്. 10 മണിവരെയെങ്കിലും നിലവിലെ തിരക്കനുസരിച്ച് നീളുമെന്ന് തന്നെയാണ് കരുതുന്നത്. 1,00,000 പേർ പങ്കെടുക്കുന്ന ബലിതർപ്പണത്തിനെത്തുന്ന സ്ഥലമാണ് നാവാമുകുന്ദ ക്ഷേത്രം. പക്ഷേ ഇത്തവണ വലിയ കുറവ് എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിളാ നദിയിൽ വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. സാധാരണ ബലിതർപ്പണം നടക്കുന്ന കൽപ്പടവുകളിൽ 3-4 എണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ബാക്കി മുഴുവൻ വെള്ളത്തിനടിയിലാണ്. നല്ല കുത്തൊഴുക്കുമുണ്ട്. ഇതിന് സമീപത്തായി നെറ്റ് കെട്ടിയാണ്, വല കെട്ടിയാണ് ചടങ്ങുകൾ നടക്കുന്നത്. നിളയിൽ പട്ടാമ്പി മുതൽ ചമ്രവട്ടം വരെയുള്ള ഭാഗങ്ങളിൽ സ്വന്തമായി ബലിതർപ്പണത്തിന് പോകുന്നവരെല്ലാം വലിയ മുൻകരുതൽ എടുക്കണമെന്ന് ഇന്നലെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. വലിയ സുരക്ഷാ സുരക്ഷയുടെ നടുവിലാണ് ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. സ്വാലിഹ്, അതുപോലെ തന്നെ സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ വലിയ ജനസഞ്ചയം ബലിതർപ്പണത്തിനായി എത്തുന്ന ഒരു സ്ഥലമാണ്. ഇത്തവണ മഴ ഒക്കെ കൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എണ്ണത്തിൽ വലിയ കുറവുള്ളതായി സ്വാലിഹ് സൂചിപ്പിച്ചു. ഇപ്പോൾ മഴ എങ്ങനെയാണ്? തെളിഞ്ഞ അന്തരീക്ഷമാണോ ഇപ്പോൾ നിലവിലുള്ളത്? ഇന്നലെ മഴയിൽ അല്പം ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നേരെ മറിച്ചാണ്. രാവിലെ മുതൽ, പുലർച്ചെ മുതൽ മലയോര മേഖലയിലെല്ലാം കനത്ത മഴ തുടങ്ങിയിട്ടുണ്ട്. നിലമ്പൂരിലെല്ലാം മഴ തുടങ്ങിയിട്ടുണ്ട്. 9 മണിക്ക് മന്ത്രി KT ജലീലിന്റെ നേതൃത്വത്തിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയും മലപ്പുറത്തും എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1700ഓളം പേരാണ് ഇപ്പോഴും
മലപ്പുറം ജില്ലയിലുള്ളത്. 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ കരുവാരക്കുണ്ട്, കാളികാവ്, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് ഭാഗത്തായി ഉണ്ട്. ഇവിടെയെല്ലാം വലിയ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കഴിയുന്നത്ര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംഘത്തിന്റെയും ആംബുലൻസിന്റെയും എല്ലാം സേവനം മെഡിക്കൽ ഓരോ ക്യാമ്പുകളിലും ഒരുക്കിയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ, റോഡുകളെല്ലാം, തകർന്ന റോഡുകളെല്ലാം ഇതിനകം തന്നെ ഏതാണ്ടെല്ലാം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ഗൂഡല്ലൂർ പാത പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഗൂഡല്ലൂർ റൂട്ടിൽ ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട്. ഗ്രാമീണ റോഡുകൾ, തകർന്ന പാലങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് സൈന്യത്തിന്റെ സഹായവുമുണ്ട്. 100 അംഗ പട്ടാളം ഇപ്പോഴും മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടിയന്തര ഘട്ടം വന്നാൽ സഹായത്തിന് സജ്ജമായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മലയോര മേഖലയിൽ ഇന്ന് മഴ വീണ്ടും തുടങ്ങിയത് വലിയ ഒരു ആശങ്കയാണ് ഉയർത്തുന്നത്. സ്വാലിഹ്, അതുപോലെ തന്നെ സ്വന്തം നിലയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് പോകുന്നവർ തന്നെ മുൻകരുതൽ എടുക്കണമെന്ന് ഇന്നലെ രാത്രിയോടുകൂടി നിർദ്ദേശം നൽകിയതായി സ്വാലിഹ് ഇപ്പോൾ സൂചിപ്പിച്ചു. അതുമാത്രമല്ല, ഇപ്പോൾ ബലിതർപ്പണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് സ്വാലിഹ്? നമുക്കറിയാം, നിള തീരത്ത് ബലിതർപ്പണത്തിന് പല ഭാഗത്തായി ആളുകൾ എത്താറുണ്ട്. ചമ്രവട്ടം വരെയായി, പട്ടാമ്പി മുതൽ ചമ്രവട്ടം വരെയായി 20ഓളം കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പലരും സ്വന്തമായി എത്തുന്നതാണ്. ഈ ഭാഗത്തൊന്നും ഇവർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒഴുക്കുള്ള ഭാഗത്തേക്കോ പുഴയുടെ അടുത്തേക്കോ പോകരുതെന്ന് പലയിടത്തും കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ തിരുനാവായയിലാണ് വലിയ ക്രമീകരണങ്ങൾ 2 ദിവസമായി ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഏത് സമയത്തും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, രക്ഷാസേനയുണ്ട്, പോലീസുണ്ട്, പ്രത്യേക പരിശീലനം നൽകിയ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 16 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർ ഇതിനകം ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞു. വ്യക്തമാണ്. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. തിരുനാവായ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവ്. 2401.28 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഷട്ടറുകൾ തുറന്നതിനു ശേഷം ജലനിരപ്പ് 1/2 അടിയോളം താഴ്ന്നു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും നീരൊഴുക്ക് കുറയുന്നില്ല. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവ് വന്നതായി സൂചനകൾ വരുന്നു. ഇന്നലെ ഷട്ടർ തുറന്നുവിട്ടതിന്റെ ഭാഗമായി വലിയ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കിവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജലനിരപ്പിൽ കുറവുണ്ടായത്. 2401.28 അടിയാണ് നിലവിലെ ജലനിരപ്പായി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഷട്ടറുകൾ തുറന്നതിന് ശേഷമാണ് ജലനിരപ്പ് 1/2 അടിയോളം താഴ്ന്നത്. മഴയ്ക്കും നേരിയ ശമനം ഉള്ളതായി വിവരങ്ങളുണ്ട്. പക്ഷേ നീരൊഴുക്ക് കുറയുന്നില്ല. ഈ നിലയിലുള്ള വാർത്തകളാണ് ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്നത്. വിശദാംശങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, ഏത് നിലയിലാണ് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നീരൊഴുക്കിൽ കുറവില്ല എന്ന നിലയിലുള്ള വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവുണ്ട്. 2401.10, അതായത് 10 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് 670 ഘനയടി വെള്ളമാണ്. അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനേക്കാളും ജലം പുറത്തേക്ക് വിടുന്നുണ്ട്. 5 ഷട്ടറുകളിൽ നിന്നും സെക്കൻഡിൽ 7.5 ലക്ഷം ലിറ്റർ ജലമാണ് പുറത്തേക്ക് വിടുന്നത്. മാത്രമല്ല, വൈദ്യുത ഉൽപാദനത്തിനായി 114 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ മൂലമറ്റം പവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഷട്ടറുകൾ തുറന്നതിന് ശേഷം ജലനിരപ്പ് 1/2 അടിയോളം താഴ്ന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പ്രദേശങ്ങളിൽ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. എന്നാൽ നീരൊഴുക്ക് കുറയുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 60 ചതുരശ്ര കിലോമീറ്റർ വരുന്നതാണ് ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശം. ഈ വൃഷ്ടി പ്രദേശത്തിന്റെ പകുതിയിലധികവും വനമേഖലയാണ്. ഈ വനമേഖലയിലടക്കം മഴ കഴിഞ്ഞ 2 ദിവസമായി തുടർന്നിരുന്നു. അവിടെ നിന്നുള്ള നീരൊഴുക്ക് ഈ പുഴയിലേക്ക് എത്തുവാൻ
10 ദിവസങ്ങളോളം എടുക്കുമെന്നാണ് വിദഗ്ധർ അടക്കം അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശങ്ങളിലെ മഴ അടക്കം ഏത് തരത്തിലാണ് എന്നതുകൂടി പരിശോധിക്കേണ്ടി വരും. മാത്രവുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലെ ജലമാണ് ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. അത് തന്നെയാണ് 670 ഘനയടി ലിറ്റർ ജലം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം ഇതേ സമയം 2398 അടിയായിരുന്നു ജലനിരപ്പ്. എന്നാൽ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2401.10 എന്ന രീതിയിലേക്ക് ജലനിരപ്പ് എത്തി നിൽക്കുന്നത്. എന്തായാലും മുൻ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള കണക്കുകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അരയടിയിലധികം ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ജലം തുറന്നു വിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വെള്ളം കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി അടക്കം ഉണ്ടായിട്ടുണ്ട്. ചെറുതോണി നഗരത്തിലൂടെ പാലമടക്കം കൊണ്ടും മാത്രവുമല്ല ഇത് കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലേക്കാണ് ഇവിടെ നിന്നുള്ള ജലം ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് ഈ ജില്ലാ ഭരണകൂടവുമായി എല്ലാം തന്നെ ആലോചിച്ചും KSEBയും ഡാം സുരക്ഷാ അതോറിറ്റിയും അടക്കമുള്ള ആളുകൾ ഇതിന്റെ വിദഗ്ധർ ചേർന്നിരുന്ന് ആലോചിക്കുക 2400ലേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഷട്ടറുകൾ താഴ്ത്തുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവലോകനം ചെയ്യുന്നതുമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രശാന്ത്, അതുപോലെ തന്നെ നമുക്കറിയാം ആലുവയിലും പെരിയാറിന്റെ തീരത്തുള്ളവർക്കും എല്ലാം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം അതേപടി ഇപ്പോഴും തുടരുകയല്ലേ പ്രശാന്ത്? തീർച്ചയായിട്ടും നിലവിൽ ജലത്തിന്റെ പുറത്തേക്ക് വിടുന്ന ജലത്തിന്റെ അളവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7.5 അല്ലെങ്കിൽ 7.5 ലക്ഷം ലിറ്റർ ജലമാണ് ഓരോ സെക്കൻഡിലും പുറത്തേക്ക് തള്ളുന്നത്. ഇത് പുഴയിലൂടെ ഒഴുകിയെത്തുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അതിമറികടക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും അടക്കം സജ്ജമാക്കിയിരുന്നു. മാത്രവുമല്ല, ഫയർഫോഴ്സും നേവിയും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം സുരക്ഷയുടെ കാര്യത്തിൽ ജനങ്ങളെ നേരിട്ട് കാണിക്കും മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിലെല്ലാം തന്നെ നിൽക്കുന്നു. ഒപ്പം എല്ലാ വകുപ്പുകളെ സംയോജിച്ചുകൊണ്ടുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പെരിയാറിന്റെ കരയിൽ നിന്നും 6500ഓളം വരുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിയുണ്ടായിട്ട് നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എന്തായാലും സുരക്ഷാ കാര്യങ്ങളിൽ സംബന്ധിച്ച് കൃത്യമായ പഴുതുകളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് 670 ഘനയടിയാണ്. 7.5 ലക്ഷം ലിറ്റർ ജലമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ജലനിരപ്പ്, അതായത് ഡാമിന്റെ ജലനിരപ്പ് ഇനിയും താഴെ അല്ലെങ്കിൽ 2400ലേക്ക് എത്തുകയാണ് എങ്കിൽ ഷട്ടറുകൾ അടയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് വിദഗ്ധ സമിതി കൂടി വിലയിരുത്തുന്നതായിരിക്കും. അതേസമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. കട്ടപ്പനയിലെത്തിയ അവർ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ അവലോകനം ചെയ്യും. പ്രശാന്ത്, അതുപോലെ തന്നെ ചെറുതോണി പാലം ഉൾപ്പെടെ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകൂട്ടി തന്നെ ക്രമീകരിച്ചത് കൊണ്ട് വലിയ അശുഭകരമായ വാർത്തകളൊന്നും തന്നെ ഇല്ലായിരുന്നു. എങ്കിലും ഈ ചെറുതോണി പാലത്തിന്റെ ഉൾപ്പെടെയുള്ള മറ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ? അതായത് ഈ ഡാമിന് തൊട്ട് താഴെയാണ് ചെറുതോണി ടൗൺ ഉൾപ്പെടുന്നത്. ഈ ടൗണിലേക്കാണ് ജലം ആർത്ത് അലച്ച് എത്തുക. മാത്രമല്ല, ചെറുതോണി ടൗണിന്റെ പാലത്തിന് മുകളിലൂടെ തന്നെ വെള്ളം ഇപ്പോൾ കടന്നു പോവുകയാണ്. അതുപോലെ കരിമ്പൻ പോലുള്ള പ്രദേശങ്ങളിലേക്ക്, കാരണം അതെല്ലാം താഴ്ന്ന പ്രദേശങ്ങളാണ്, ആ മേഖലയിലേക്കെല്ലാം തന്നെ വെള്ളം ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചില കുടുംബങ്ങളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം വനമേഖല പിന്നീട് അത് ആലുവയിലേക്കും മറ്റിടങ്ങളിലേക്കും പോയി എത്തുക. എന്നാലും ചെറുതോണി ടൗണിൽ അതായത് വളരെ സുരക്ഷാ ക്രമീകരണങ്ങളെ ശക്തമാക്കിക്കൊണ്ട് ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസും എല്ലാവരും ജാഗരൂകരായി നിൽക്കുന്നുണ്ട്. ഈ പാലത്തിനോടുള്ള ഗതാഗതം മുൻകൂട്ടി ഇത് എല്ലാം തന്നെ കണ്ട് നിരോധിച്ചിരുന്നു. പുഴയ്ക്ക് ഇരുവശവും സേനാംഗങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഏത് സാഹചര്യം ഉണ്ടായാലും നേരിടാൻ തയ്യാറാകുന്ന വിധത്തിൽ തന്നെയാണ് സേനാംഗങ്ങളെല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യമായി സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. സ്വന്തം സുരക്ഷ, നാടിന്റെ സുരക്ഷ എന്ന തരത്തിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആശങ്കകളൊന്നും ഈ ഭാഗങ്ങളിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തമാണ് പ്രശാന്ത്. 2401.10
0.4 അടിയാണ് ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ ജലനിരപ്പ്. നീരൊഴുക്ക് കുറവ് സംഭവിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും പ്രശാന്തിലേക്ക് എത്താം. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തിരിച്ചു. അല്പസമയത്തിനകം കട്ടപ്പനയിൽ എത്തും. സാലി മുഹമ്മദ് നൽകും വിശദാംശങ്ങൾ. സാലി, എത്ര മണിയോടുകൂടി കട്ടപ്പനയിൽ എത്താൻ കഴിയുമെന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എല്ലാവരും മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും സ്വീകരിക്കുന്നതിനായി കാത്തു നിൽക്കുന്നു. ജില്ലയിൽ നിന്നുള്ള മന്ത്രി എം മണിയും മറ്റൊരു കൃഷിമന്ത്രിയായ കെ രാജുവും ഇവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. ഏതായാലും എല്ലാവരും മുഖ്യമന്ത്രിയെ വരവ് കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി എത്തിയാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, എം പി, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ജില്ലയിലെ ഉദ്യോഗസ്ഥ മേധാവികൾ എന്നിവർ അടങ്ങുന്ന പ്രമുഖരുമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാന ലക്ഷ്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മഴക്കെടുതി തന്നെയാണ് വിഷയം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇടുക്കി അണക്കെട്ട് തുറന്നുവിട്ടത് ഈ പ്രശ്നങ്ങളുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് പലയിടങ്ങളിലും വെള്ളം കയറിയതടക്കമുള്ള വിഷയങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ട്. ഒട്ടേറെ റോഡുകൾ ഇല്ലാതായിട്ടുണ്ട്. പാലങ്ങൾ ഗതാഗത യോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് ജില്ല നേരിടുന്നത്. അത് സമഗ്രമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളും മറ്റും ഉദ്ദേശിക്കുന്നത്. അത് നേരിട്ട് കാണാനും വിലയിരുത്തുന്നതിനും വിവരങ്ങൾ നേരിട്ടറിയുന്നതിനു കൂടിയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജില്ലയിൽ എത്തുന്നത്. ഏതായാലും നാളെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വലിയ ദുരിതം വിശദമായി തന്നെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിക്കുന്നത്. ജില്ലയിലെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് കട്ടപ്പന ഗവൺമെന്റ് കോളേജിലാണ്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെ ഗ്രൗണ്ടിൽ അല്പസമയത്തിന് തന്നെ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി എത്തും. കോളേജ് ഓഡിറ്റോറിയത്തിൽ അവലോകന യോഗവും ചേരും. ഏതായാലും എല്ലാവരും കാത്തു നിൽക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പെയ്യുന്ന മഴയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ മൂലം 12 ജീവനുകൾ ജില്ലയിൽ നഷ്ടപ്പെട്ടു. അത് കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിച്ചു. ഒപ്പം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ മൂലം റോഡുകൾ താറുമാറായി. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ, ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഒലിച്ചുപോയി. കാർഷിക മേഖല അപ്പാട തകർച്ചയുടെ വക്കിലാണ്. അത്ര മേൽ പ്രതിസന്ധിയാണ് ജില്ല അഭിമുഖീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും നേരിട്ട് ഇക്കാര്യങ്ങൾ കണ്ട് ഒരു ധാരണയിലെത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ധനസഹായം അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ജില്ലയിൽ നേരിട്ടെത്തുന്നത്. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഇന്ന് മുഖ്യമന്ത്രി 4 ജില്ലകൾ സന്ദർശിക്കുന്നതിൽ ആദ്യ ജില്ല ഇടുക്കിയാണ്. ആദ്യ ജില്ലയിൽ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിച്ചേരും. സാലി, നമുക്കറിയാം ദുരന്ത ബാധിതരായ ആളുകളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരാൻ പോകുന്ന ഈ യോഗത്തിനെ കാണുന്നത്. കട്ടപ്പനയിൽ മാത്രമാണോ, യോഗത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്? മറ്റേതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടി കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ അവലോകന യോഗമാണ്. ജില്ലയിലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങളോ ദുരിതബാധിത പ്രദേശങ്ങളോ നേരിട്ട് സന്ദർശിക്കുക സാധ്യമല്ല. ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. കാരണം റോഡുകൾ ഒരിടത്തേക്കും വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ തകർന്നിരിക്കുന്നു. മാത്രമല്ല ഗതാഗത സൗകര്യങ്ങൾ നന്നേ പരിമിതമാണ്. മാത്രവുമല്ല ജില്ലയിലെമ്പാടും ഈ മഴക്കെടുതിയും പ്രശ്നങ്ങളും ദുരിതവും നിലനിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ മാത്രമായി മുഖ്യമന്ത്രിക്ക് സന്ദർശിച്ച് മടങ്ങാനുമാവില്ല. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ സന്ദർശിച്ച് മടങ്ങുന്നതിനേക്കാൾ ഉചിതം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ മേധാവികൾ എന്നിവരെ മുഖ്യമന്ത്രി ജില്ലയിൽ തന്നെ നേരിട്ടെത്തി ഒരു കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. മറ്റ് മേഖലകളിലേക്ക് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എത്തിച്ചേരുകയും അവിടെ സന്ദർശിക്കുകയും ഒന്നും പ്രായോഗികമായ കാര്യമല്ല. കാരണം നമുക്കറിയാം ഇടുക്കി അണക്കെട്ട് തുറക്കുകകൂടി ചെയ്തതോടെ കട്ടപ്പനയും ചെറുതോണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുമായിട്ടുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. മറ്റ് ഇടറോഡുകൾ മാത്രമാണ് ഗതാഗതത്തിനും മറ്റും പ്രദേശവാസികൾ ആശ്രയിക്കുന്നത്. അത്രമേൽ ദുർഘടമാണ് ഇവിടുത്തെ നിലവിലെ ഗതാഗത സംവിധാനങ്ങളും പ്രശ്നങ്ങളും. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ജില്ലയിലെ മറ്റിടങ്ങളിലേക്ക് പോവുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരെ പ്രായോഗികമായ കാര്യമല്ല. മാത്രമല്ല അതിന് ദിവസങ്ങൾ എടുക്കും. മുഖ്യമന്ത്രി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നേരിട്ട് വിലയിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടുക്കി ജില്ല പോലെ ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളും
വലിയ വിസ്തൃതിയുമുള്ള ഈ ജില്ലയിൽ അത്തരത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരിട്ട് ഓരോ പ്രളയബാധിത പ്രദേശവും ഓരോ ദുരിതബാധിത പ്രദേശവും നേരിട്ട് സന്ദർശിക്കുക എന്നുള്ളത് തീർത്തും അപ്രായോഗികമാണ്. അത്തരം ഒരാവശ്യം ജനങ്ങളും ഉന്നയിക്കുന്നില്ല, പ്രതിപക്ഷം പോലും കേരളത്തിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പൊതുവിൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുക ജില്ലയിലെ ഏതെങ്കിലും സുപ്രധാന കേന്ദ്രങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുക, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ മേധാവികളെയും MP MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ച് വിഷയങ്ങൾ നേരിട്ട് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം. അത്രമേൽ ദുർഘടമാണ് ജില്ലയിലെ പൊതു കാലാവസ്ഥയും ഒപ്പം തന്നെ ഗതാഗത സൗകര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തകർന്നിരിക്കുന്നു. ഇടുക്കി ജില്ലയിലെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മലയോര നിവാസികളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്താൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ് അവസ്ഥ. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾക്ക് ഇവിടെ ഇടുക്കിയിലെത്തി വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് നേരിട്ട് വിലയിരുത്തുക എന്നുള്ളതിൽ വലിയ അപ്രായോഗികതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ജനപ്രതിനിധികൾ യാതൊരു വൈമനസ്യം കൂടാതെ ഈ യോഗം നടക്കുന്നിടങ്ങളിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ എത്തിയിരിക്കുന്നത്. സാലി മുഹമ്മദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം കട്ടപ്പനയിലെത്തും. കൂടുതൽ വിശദാംശങ്ങൾക്ക് സാലിയിലേക്ക് എത്താം. കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതി ഉണ്ടായ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി മന്ത്രി KK ശൈലജ ടീച്ചറുടെ അധ്യക്ഷതയിൽ ഇന്ന് ഇരിട്ടിയിൽ യോഗം ചേരും. അതേസമയം കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് M സന്തോഷ് നൽകും. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും വ്യാപകമായ ഉരുൾപൊട്ടലിലും കനത്ത നാശനഷ്ടങ്ങൾ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇരിട്ടി താലൂക്കിലും തളിപ്പറമ്പ് താലൂക്കിലുമാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഈ മേഖലകളിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിട്ടിയിൽ ഇന്ന് മന്ത്രി ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. ഈ മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന അവലോകന യോഗം ഇരിട്ടി ബ്ലോക്ക് ഓഫീസിൽ ചേരുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുന്നുമുണ്ട്. ഏതായാലും ഇരിട്ടി, കൊട്ടിയൂർ, ആറളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ കാരണം റോഡുകൾ തകർന്നതും ഗതാഗത സംവിധാനം താറുമാറാക്കാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇന്നലെയും ഇന്നുമായി കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മഴയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലുള്ള പുഴകളിലെയും തോടുകളിലെയും നീരൊഴുക്കിൽ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഒഴിഞ്ഞതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള ഗതാഗത സംവിധാനം അല്ലെങ്കിൽ വാഹന ഗതാഗതം, റോഡ് വഴിയുള്ള ഗതാഗതം ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലയിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം തന്നെയും ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാരണം റോഡുകളിൽ വെള്ളം കയറിയത് കാരണം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. തളിപ്പറമ്പ് താലൂക്കുകൾ ഉൾപ്പെട്ട ശ്രീകണ്ഠപുരം, വയത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെയും ചില വീടുകളും വെള്ളത്തിനടിയിലായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ തളിപ്പറമ്പിലും ഇരിട്ടി താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ മഴയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് തന്നെ തളിപ്പറമ്പിലെ ദുരിതാശ്വാസ ക്യാമ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇരിട്ടി മേഖലയിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 633 പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ആറളത്തുള്ള ആദിവാസി മേഖലകളിലുള്ള മുഴുവൻ പേരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അത് മാത്രമല്ല കണ്ണൂരിലെ ഈ ദുരിതബാധിത മേഖലകളിൽ സൈന്യം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 122 നമ്പർ പ്രാദേശിക സേനയുടെയും ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിന്റെയും 2 യൂണിറ്റുകൾ ഈ മേഖലകളിൽ ക്യാമ്പ് ചെയ്യുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും തകർന്ന ഈ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന ചില പാലങ്ങൾ പുനഃസ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ തകർന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ മാറ്റി മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് 200ഓളം വീടുകൾ കണ്ണൂർ ജില്ലയിൽ മാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അതിൽ തന്നെ 20ഓളം വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ഏതായാലും 2 ദിവസത്തിനകം തന്നെ ഈ ജില്ലയിലെ നാശനഷ്ടം വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.
എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ. കോഴിക്കോട് കനത്ത മഴ. രാവിലെ മന്ത്രി ടി.പി. രാമകൃഷ്ണന്റെയും എ.കെ. ശശീന്ദ്രന്റെയും നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ആരംഭിച്ചു. വിവരങ്ങൾ മേഘ മാധവൻ നൽകും. മേഘ, മലയോര പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും നഗരത്തിലേക്കും ഇപ്പോൾ മഴ വ്യാപിച്ചിട്ടുണ്ടോ? മഴ തുടരുകയാണോ? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, കോഴിക്കോട് ജില്ലയിൽ നേരിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും നഗരത്തിലുമൊക്കെ തന്നെ നേരിയ തോതിൽ മഴയുണ്ട്. നിലവിൽ കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ രണ്ട് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരായ ടി.പി. രാമകൃഷ്ണനും എ.കെ. ശശീന്ദ്രനും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ യോഗത്തിൽ പങ്കുചേരുന്നുണ്ട്. അല്പം മുമ്പാണ് കോഴിക്കോട് യോഗം ആരംഭിച്ചത്. ഇനി ഉച്ചയ്ക്ക് ശേഷം 12 മണിക്ക് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജില്ലയിലെ ജനപ്രതിനിധികളും ഒക്കെ തന്നെയും യോഗത്തിൽ പങ്കുചേരും. 12 മണിക്കായിരിക്കും യോഗം ചേരുക. നിലവിലെ അവസ്ഥ എന്നത് കോഴിക്കോട് ജില്ലയിൽ സൈന്യവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് സജ്ജമാവുക എന്ന നിർദ്ദേശത്തെ തുടർന്നാണ് താമരശ്ശേരി, മുക്കം, കുറ്റ്യാടി മേഖലകളിൽ സൈന്യവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും ക്യാമ്പ് ചെയ്യുന്നത്. നിലവിൽ മഴ ചെറിയ തോതിൽ മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ആളപായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും തന്നെയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ണപ്പൻകുണ്ടിലായിരുന്നു വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി ഒരാൾ മരണപ്പെട്ടത്. അവിടെ ഉൾപ്പെടെ പൂർവ്വസ്ഥിതിയിലാവാനുള്ള പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ സേനയുടെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. ജില്ലയിൽ 17 ഇടങ്ങളിലായാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 525ഓളം കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പലയിടങ്ങളിലായി ജില്ലയിൽ കഴിയുന്നത്. നിലവിൽ ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലുള്ള സൗകര്യവും ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ഒരുക്കി നൽകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് വരെയാണ് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട്, താമരശ്ശേരി, വടകര, കലക്ട്രേറ്റ് എന്നിവിടങ്ങളിലായാണ് ഈ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് 2 മന്ത്രിമാർ നിലവിൽ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നത്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയും എവിടെയുമില്ല. നേരിയ തോതിലുള്ള മഴ രാവിലെ മുതൽ മലയോര പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ തന്നെയും പെയ്യുന്നുണ്ട്. ആനന്ദ്, മേഘമാധവനാണ് വിവരങ്ങൾ നൽകിയത്.